ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 2027 ഏകദിന ലോകകപ്പിനായുള്ള പദ്ധതികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് വിവരം. 2011 ശേഷം ഇതുവരെ ഏകദിന ലോകകപ്പ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത്തവണ അഭിമാന പ്രശ്നവുമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കുന്ന അവസാന ഏകദിന ലോകകപ്പ് എന്ന നിലയിലും ഇത്തവണത്തെ ലോകകപ്പിന് പ്രാധാന്യമേറെയുണ്ട്. എന്നാൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് പദ്ധതികളിലേക്ക് കടക്കാനൊരുങ്ങവേ ചില ഭിന്നതകൾ ടീമിൽ ഉടലെടുത്തിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ അടുത്ത ഏകദിന ലോകകപ്പ് കളിപ്പിക്കേണ്ടെന്ന അഭിപ്രായത്തിൽ സെലക്ടർമാർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം രോഹിത് ശർമ്മ വേണമെന്ന നിലപാടിലാണ് BCCIയും ടീം മാനേജ്മെന്റും. ഈ ഭിന്നത ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർക്ക് ഇന്ത്യയുടെ 2027 ഏകദിന ലോകകപ്പ് സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ടെന്ന് പറയാം. അജിത് അഗാർക്കർ ഉൾപ്പെടുന്ന സെലക്ടർമാർ പരിഗണിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ 2027 ഏകദിന ലോകകപ്പ് ടീമിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നൊക്കെ പരിശോധിക്കാം. രോഹിത് ശർമ്മയെ ഓപ്പണർ റോളിൽ ഇന്ത്യ പരിഗണിച്ചേക്കില്ല. രോഹിത് ശർമ്മ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അജിത് അഗാർക്കർക്കും സംഘത്തിനും രോഹിത്തിനെ ഉൾപ്പെടുത്താൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ തഴയപ്പെടാൻ സാധ്യത കൂടുതലുമാണ്. രോഹിത്തിന് പകരം ശുഭ്മാൻ ഗില്ലും വൈഭവ് സൂര്യവംശിയും ഓപ്പണിംഗിലേക്ക് എത്താനാണ് സാധ്യത ഏറെയുള്ളത്. യശസ്വി ജയ്സ്വാളിനെ ബാക്കപ്പ് ഓപ്പണർ റോളിലും പ്രതീക്ഷിക്കാം. വിക്കറ്റ് കീപ്പറായി KL രാഹുലിനെയും ഋഷഭ് പന്തിനെയും പ്രതീക്ഷിക്കാം. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്തുള്ള താരമാണ് ഋഷഭ് പന്ത്. എന്നാൽ അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും ഋഷഭ് പന്ത് ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ 3-ാം നമ്പറിൽ വിരാട് കോഹ്ലിക്ക് സീറ്റ് ഉണ്ടാവും. സീനിയർ താരമായ വിരാട് കോഹ്ലിയെ ഇന്ത്യ തഴയാൻ സാധ്യതകളില്ല. ഏകദിന ലോകകപ്പിലും നിർണായക റോൾ കോഹ്ലിക്കുണ്ടാവുമെന്ന് നിസ്സംശയം പറയാം. കോഹ്ലി 3-ാം നമ്പറിൽ തുടരുകയും ചെയ്യും. ശ്രേയസ് അയ്യർ മധ്യനിരയിൽ സ്ഥാനമുണ്ടാവും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർക്കാവും സീറ്റ്. സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ടീമിൽ ഇടം പ്രതീക്ഷിക്കുകയേ വേണ്ട. ഋതുരാജിനെ ശ്രേയസിന്റെ അപായം ഉണ്ടായാൽ 4-ാം നമ്പറിൽ പ്രതീക്ഷിക്കാം. അല്ലാതെ ഋതുരാജിന് ടീമിൽ പോലും ഇടം ഉണ്ടായേക്കില്ല. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ ഇടം നേടാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ശിവൻ ദുബെയ്ക്ക് ഏകദിന ലോകകപ്പ് ടീമിൽ ഇടം പ്രതീക്ഷിക്കാനാവില്ല. രവീന്ദ്ര ജഡേജയെ തഴയപ്പെടുമ്പോൾ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഓൾറൗണ്ടർമാരായി എത്തിയേക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരിൽ ഒരാളാവും ടീമിൽ ഉൾപ്പെടുക. പേസർമാരായി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജിനുമൊപ്പം ഹർഷിത് റാണയും എത്തിയേക്കും. ഹർഷദീപ് സിംഗിനെ ഇന്ത്യ തഴയാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് 2027 സാധ്യത ടീം ഒന്ന് പരിശോധിക്കാം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ എന്നീ താരങ്ങളാവും ടീമിൽ ഉൾപ്പെടാൻ സാധ്യത.